രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം അടച്ചിട്ട കോടതിയിൽ വേണമെന്ന ആവശ്യവുമായി പ്രോസിക്യൂഷനും കോടതിയിൽ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയിരിക്കുകയാണ്. നേരത്തെ രാഹുലും ഈ ആവശ്യം ഉന്നയിച്ച അപേക്ഷ നൽകിയിരുന്നു. അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച വാദം. ഇപ്പോൾ പ്രോസിക്യൂഷനും ആ വാദം ഉന്നയിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ ആ വാദം ഉന്നയിക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടെ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയുടെ ഭാഗമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ അത് അടച്ചിട്ട കോടതിയിലായിരിക്കണം അതിന്റെ വാദം എന്നുള്ളത് അവർക്ക് ന്യായമായിട്ടും അവരുടെ ആവശ്യമാണ്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്നുള്ളത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമല്ലേ? ന്യായമായിട്ടും അത് അംഗീകരിക്കപ്പെടുന്നതായിരിക്കുമല്ലോ അല്ലേ? അക്ഷയ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ അത് ബലാത്സംഗ കേസിലാണ്. ആ ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അത് നാളെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നാളെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ വാദം അടച്ചിട്ട കോടതിയിൽ വേണം എന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് സ്വാഭാവികമായ നടപടിയാണ്. പ്രോസിക്യൂഷൻ എപ്പോഴും ഇത്തരം കേസുകളിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണം എന്നുള്ളത് ഈ പരാതിക്കാരിയുടെ സ്വകാര്യതയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഐഡന്റിറ്റി അടക്കം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നടപടി സാധാരണ ചെയ്യാറ്. പക്ഷേ ഈ കേസിൽ വിചിത്രമായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രതി തന്നെ ആദ്യമേ വന്ന് അപേക്ഷ കൊടുക്കുകയാണ് ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണം എന്നുള്ളത്. അതായിരുന്നു ഇതിനകത്ത് ആദ്യം അപേക്ഷയായിട്ട് കോടതിയുടെ മുന്നിൽ എത്തിയത്. ഇപ്പോൾ പ്രോസിക്യൂഷനും സമാനമായ രീതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ പക്ഷേ സാധാരണഗതിയിൽ ചെയ്യുന്നതാണ്. ഏതായാലും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഏതായാലും വാദപ്രതിവാദം അടച്ചിട്ട മുറിയിലാകും എന്നുള്ള കാര്യം ഇതോടെ ഉറപ്പായിട്ടുണ്ട്. മറ്റ് ഈ കൂടുതൽ തെളിവുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വാദത്തിനിടയിൽ കോടതി പരിശോധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഓപ്പൺ കോർട്ടിലായാൽ അത് ബുദ്ധിമുട്ടാകും. ഒരുപക്ഷെ അയാളുടെ പൊതുജീവിതത്തെയൊക്കെ ബാധിക്കും എന്നതുകൊണ്ടായിരിക്കാം സ്വകാര്യത വേണം, അടച്ചിട്ട മുറിയിൽ വേണം എന്നുള്ളൊരു വാദം ഉന്നയിച്ചത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. ബാംഗ്ലൂർ കർണാടകയിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അവർ പിന്നാലെ ഉണ്ട്. തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് രാഹുൽ ഒളിവിൽ കഴിഞ്ഞതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ അയാളുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് ഇതാദ്യമായി 5-6 ദിവസം എത്തുമ്പോൾ കണ്ടെത്തുകയാണ്. അവിടെ പോലീസ് എത്തുന്നതിന് മുമ്പാണ് അയാൾ രക്ഷപ്പെട്ടു പോയത്. അയാൾ കർണാടകയിലേക്ക് പോയി എന്നുള്ളതാണ് പോലീസിന്റെ വിവരം. അങ്ങനെയെങ്കിൽ ബംഗളൂരുവിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല അവിടെ കൂടുതൽ സുരക്ഷ, ഇയാൾക്ക് ഒളിച്ചിരിക്കാനുള്ള സുരക്ഷയും സംരക്ഷണവും ഒക്കെ നൽകാൻ ആളുണ്ട് എന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അയാളെ കണ്ടെത്തുക കുറച്ച് പ്രയാസമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ബാംഗ്ലൂർ എത്തി എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അവിടെ ഒരു കാറിലാണ് എത്തിയത്. അവിടെ നിന്ന് മറ്റൊരു കാറിലാണ് കർണാടകയിലേക്ക് പോയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ അയാളെ സഹായിച്ച ഒരു നാട്ടുകാരനുണ്ട്. അപ്പോൾ അയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം അന്വേഷണ സംഘം തുടരുന്നുണ്ട്.